എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സ്റ്റാൻലി കാണാനായുള്ള യാത്ര കഴിഞ്ഞ് ബാലചന്ദ്രൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. വണ്ടിയിൽ നിന്നിറങ്ങി ഗോവർദ്ധനെ ഒരു ചായ കുടിക്കാനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ ബാലൻ അകത്തേക്ക് കയറി അലീനയോട് ഗോവർദ്ധനൊരു നല്ല ചായ കൊടുക്കാനായിട്ട് പറയുന്നു. അച്ഛന് വേണ്ടേന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ വേണ്ട, ഞാനൊന്ന് കുളിച്ച് കയറി വരട്ടെ, ആകെ ഒരു ക്ഷീണമെന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോകുമ്പോൾ ഭവിത ഓരോ കാര്യങ്ങൾ ഗോവർദ്ധനോടാണ് ചോദിക്കുന്നത്. അങ്കിളെ, അകത്ത് കയറി ഇരിക്കുന്നില്ലേ? പിന്നെ എവിടെയൊക്കെയായിരുന്നു യാത്ര? ഒരുപാട് സ്ഥലത്ത് പോയെന്നാണ് ഗോവർദ്ധൻ്റെ മറുപടി. യാത്രയെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഗോവർദ്ധൻ ഒന്നും തന്നെ വിട്ടു പറയുന്നില്ല. അതിനുശേഷം അവിടെ നിന്ന് പോവട്ടെയും ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, എസ്കേപ്പ് ആവണല്ലേ. ഇതെല്ലാം കണ്ടു നിന്ന അലീന അവരോട് പറയുന്നുണ്ട്, നമുക്കെന്തായാലും ആരോടും ഒന്നും ചോദിക്കണ്ട, നമ്മൾ അറിയേണ്ട കാര്യമാണെങ്കിൽ അച്ഛൻ നമ്മളോട് പറയും. ഇത് കേൾക്കുന്ന കൃഷ്ണ, ചേച്ചിക്ക് ടെൻഷനൊന്നുമില്ലേ? മറുപടി അലീന, എനിക്ക് നിങ്ങളെക്കാട്ടിലൊക്കെ വിഷമമുണ്ട്, അത് ഞാൻ അടക്കി പിടിച്ചിരിക്കുക. ഈ സമയത്ത് തന്നെ ബാലൻ്റെ ഫോണിലോട്ട് മനുവിൻ്റെ കോളും വരുന്നുണ്ട്. അങ്കിളിപ്പോൾ എവിടെയാ? ഞാൻ കാടപ്പാട്ടൂരാണെന്നാ ബാലൻ്റെ മറുപടി. അങ്കിളെത്തിയ വിവരം ഞാൻ അറിഞ്ഞില്ലെന്ന് മനു പറയുമ്പോൾ, ഞാൻ എല്ലാ കാര്യവും നിന്നെ അറിയിച്ചിട്ട് വേണോ ചെയ്യാൻ? അങ്കിളെന്നെ അറിയിച്ചില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടെന്നാണ് മനു പറയുന്നത്. നീലഗിരി പോയല്ലേ വെല്ലിച്ചനെ കാണാനായിട്ടെന്ന് പറയുമ്പോൾ, ഇത് നീ എങ്ങനെ അറിഞ്ഞു എന്നാണ് മനുവിനോടുള്ള ബാലൻ്റെ ചോദ്യം. അതുമാത്രമല്ല, പുനലൂർക്ക് സ്റ്റാൻലി ജോസഫിനെ കാണാനും പോയില്ലേ? ഇത് കേട്ടപാടെ എങ്ങനെ അറിഞ്ഞു എന്നാണ് ബാലൻ്റെ ചോദ്യം. നീലഗിരിയിൽ നിന്ന് വെല്ലിച്ചൻ വന്ന് ഇപ്പോൾ വീട്ടിലുണ്ടെന്നാണ് മനുവിൻ്റെ മറുപടി. എന്താ വെല്ലിച്ചൻ്റെ ഉദ്ദേശമെന്ന് ബാലൻ ചോദിക്കുമ്പോൾ, മറ്റൊന്നുമല്ല, വൈജയന്തി എങ്ങനെയെങ്കിലും ഇവിടുന്ന് വീട്ടിലേക്ക് പറഞ്ഞയക്കണം, അതൊരിക്കലും നടക്കാത്ത കാര്യമല്ലേ എന്നാണ് ബാലൻ്റെ മറുപടി. മനു വീണ്ടും പറയുന്നുണ്ട്, അതിനുവേണ്ടി മാത്രമാണ് വെല്ലിച്ചനിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഞാനെന്തായാലും ഇപ്പോൾ അലീനയോട് അവളുടെ അച്ഛനെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അയാൾക്ക് അവളെ വേണമെങ്കിൽ മാത്രം അന്നത്തെ ദിവസം മാത്രം അവൾ അറിഞ്ഞിരുന്നാൽ മതി, അല്ലെങ്കിൽ വെറുതെ അച്ഛന് വേണ്ടാത്ത മകൾ എന്നുള്ള ടാഗും കൂടി ഇനി അവൾ ഏൽക്കണ്ട. ഈ സമയത്താകട്ടെ രേവതിക്കുട്ടി തൻ്റെ വിഷമം റീസമാൻറ്റിയോട് പങ്കുവയ്ക്കുകയാണ്. ഇത്രയും ദിവസം എന്ത് നല്ല രസമായിരുന്നു, അവർ പെട്ടെന്ന് അങ്ങ് പോയപ്പോൾ ഒരുമാതിരിയായെന്നാണ് രേവതിക്കുട്ടി പറയുന്നത്. അത് ശരിവെച്ചുകൊണ്ട് മാമച്ചനങ്ങളും പറയുന്നുണ്ട്, പെട്ടെന്ന് അങ്ങ് സൈലൻ്റായി പോയെന്നാണ് മാമച്ചൻ്റെ മറുപടി. ചെന്നിട്ട് അവർ നിന്നെ വിളിക്കുകയോ മറ്റോ ചെയ്തു എന്ന് ഗ്രേസമാൻറ്റി ചോദിക്കുമ്പോൾ, ഇല്ലെന്നാണ് രേവതിക്കുട്ടി പറയുന്നത്. എങ്കിൽ നിനക്കായാലും അങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ചൂടെ എന്ന് ഗ്രേസമാൻറ്റി ചോദിക്കുമ്പോൾ, അത് ശരിയാണല്ലോ, ഞാൻ എന്താ ഇതുവരെ അതിനെപ്പറ്റി ആലോചിക്കാമെന്നാണ് രേവതി പറയുന്നത്. അങ്ങനെ രേവതിയുടെ ഫോൺ എടുത്ത പാടെ കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു തന്നെ വിളിക്കാന്ന്, ഈ അലീന ചേച്ചി വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ. ഇത് കേട്ടിട്ട് അലിയൻ ദേഷ്യത്തോടെ കൃഷ്ണൻ ചെവിക്ക് പിടിക്കുന്നു. അയ്യോ എന്നെ വീട്, എനിക്ക് വേദനിക്കുന്നു എന്ന് കൃഷ്ണ പറയുന്നത് കേൾക്കുമ്പോൾ, ആരെ എൻ്റെ കൊച്ചിനെ ഉപദ്രവിക്കുന്നതെന്നാണ് രേവതിയുടെ ചോദ്യം. ഇവിടെ കൃഷ്ണ അത് അലീന ചേച്ചിയാണെന്ന് പറയുമ്പോൾ, എൻ്റെ കൊച്ചിനെ ഉപദ്രവിക്കാതിരിക്കാൻ ആവശ്യപ്പെടുന്നു. ഉള്ളവരൊക്കെ എന്തെയും ചോദിക്കുമ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അവരുടെ സംസാരം കേട്ടുകൊണ്ട് ബബിത അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ബബിത രേവതിയോടെ ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി, ഞങ്ങളെല്ലാവരും മിസ് ചെയ്തോ? മറുപടി രേവതി, ഇത്രയും ദിവസം നിങ്ങളെല്ലാവരുമായിട്ടിരുന്നിട്ട് ഇപ്പോൾ സർക്കസ് കഴിഞ്ഞ കൂടാരത്തിൻ്റെ അവസ്ഥയാണെന്നാണ് രേവതി പറയുന്നത്. എനിക്ക് അവിടെ തന്നെ നിൽക്കണമെന്നുണ്ടായിരുന്നു, ഈ അലീന ചേച്ചി കാരണം ഇങ്ങോട്ടേക്ക് പോയത്. വരുന്ന വഴി വാഗമണ്ണൊക്കെ പോകാമെന്ന് പറഞ്ഞതാ, അതിന് ചേച്ചി സമ്മതിച്ചില്ല. ഇത് കേൾക്കുന്ന രേവതി, അതേതായാലും നന്നായി, ഞാനില്ലാതെ നിങ്ങൾ അവിടേക്കൊന്നും പോകണ്ട. എല്ലാവരോടും സംസാരിച്ച ശേഷം രേവതി എന്നതാ വെച്ചേക്കുക, എന്നെ വിളിക്കാമെന്ന് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് രേവതി വീണ്ടും ചോദിക്കുന്നുണ്ട്, നമ്മുടെ വീരൻ എന്തിയേ? എങ്കിൽ എൻ്റെ അന്വേഷണം പറഞ്ഞാൽ മതിയെന്ന് രേവതി പറഞ്ഞ് ഫോൺ വെക്കാൻ പോകുമ്പോൾ, അങ്ങനെ ഇവിടെ മെസ്സേജ് പാസ് ചെയ്യുന്ന സൗകര്യമൊന്നുമില്ല, വേണമെങ്കിൽ നേരിട്ട് പറഞ്ഞേക്ക്, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് രേവതി ഫോൺ കൊണ്ട് രോഹിത്തിൻ്റെ കൈ കൊടുക്കുന്നു. അങ്ങനെ കൃഷ്ണ സ്റ്റെയറിൻ്റെ താഴെ ചെന്ന് ഒച്ചത്തിൽ രോഹിത്തിനെ വിളിക്കുന്നു. എന്തിനായിരുന്നു ഒച്ച വയ്ക്കുന്നതെന്ന് ചോദിച്ച് രോഹിത്ത് വരുമ്പോൾ, രോഹിത്തിൻ്റെ ഒരു ക്യൂട്ട് ഫാനാണെന്നാണ് പറയുന്നത്. ചുമ്മാ എന്നെ കളിയാക്കാതെ പൊടിയെന്ന് പറയുമ്പോൾ, ഞാൻ സത്യം പറഞ്ഞതാ, വേണേ നോക്കെന്ന് പറഞ്ഞ് കോളിൻ്റെ വെയിറ്റിംഗ് കാണിക്കുന്നു. അങ്ങനെ രോഹിത്ത് ഫോണിൻ്റെ അടുത്ത് എത്തിയപാട് രേവതിക്കുട്ടി വീരാന്ന് വിളിക്കുന്നു. ആഹാ, മരം കൊത്തിയായിരുന്നോ? വീരനവിടെ സേഫായിട്ട് എത്തിയെന്നറിയാൻ വേണ്ടി വിളിച്ചതാണെന്നാണ് രേവതി പറയുന്നത്. സേഫായിട്ട് ഞങ്ങളെല്ലാവരും എത്തിയെന്ന് പറയുമ്പോൾ, എങ്കിൽ ചെന്ന് അടുത്ത സെമസ്റ്ററിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്ക്, ശരി ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം എന്ന് പറഞ്ഞ് അവർ രേവതിയുടെ കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ കോള് വെച്ച ശേഷവും അത് തന്നെ ആലോചിച്ചിരിക്കുന്ന രോഹിത്തിനെ കണ്ട് എന്താണെന്ന് കളിയാക്കൽ രൂപേണ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞ് രോഹിത്ത് അവിടെ നിന്ന് പോയി TV കാണുന്നു. ഈ സമയം അലീന അച്ഛന് ചായയുമായി മുകളിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ബാലൻ്റെ കയ്യിൽ ചായ കൊടുത്ത ശേഷം അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ പോയ കാര്യത്തെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. ഉള്ള മറുപടി എന്നോണം ബാലൻ, നീ അകത്തേക്ക് കയറുക, കുറച്ച് പ്രൈവറ്റ് കോൺവെർസേഷൻ ആണെന്നാണ് അലീനയോട് പറയുന്നത്. നിനക്ക് പറ്റിയൊരു വീട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ടെന്നാണ് ബാലനിപ്പോൾ അലീനയോട് പറയുന്നത്. അത് തെന്മല കുളത്തൂപ്പുഴ ഭാഗത്താണെന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് അച്ഛൻ നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം ശരിയാക്കിയോ എന്നാണ് അലീനയുടെ അടുത്ത ചോദ്യം. അതേന്നാണ് ബാലൻ്റെ മറുപടി. അവിടെ വേറെയും ജോലിക്കാരുണ്ട്, പക്ഷെ വീട് നോക്കാനായിട്ട് ഒരാളുടെയും കൂടി ആവശ്യമുണ്ട്. വേറെ ജോലിക്കാരുള്ള സ്ഥിതിക്ക് ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണെന്നാണ് അലീന ചോദിക്കുന്നത്. അതിൻ്റെ ആവശ്യം നിനക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവുമെന്നാണ് ബാലൻ പറയുന്നത്. അത്രയ്ക്കും വലിയ വീടാ, നിന്നെക്കൊണ്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല അവിടേക്കാണ് ഞാൻ നിന്നെ പറഞ്ഞയക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല സേഫായിട്ടുള്ളൊരു സ്ഥലം വേറെ ഉണ്ടാവത്തില്ല.
ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.